ഞാൻ അറിഞ്ഞത് ഏതാണ്ട് 43-ാം വയസ്സിലാണ് VS വിവാഹം കഴിച്ചത് ആണോ? അത് 42 വയസ്സിലാണ് വിവാഹം കഴിച്ചത്. ചേച്ചി എങ്ങനെയാണ് ഈ ചേച്ചീനെ കണ്ടുമുട്ടിയത്? എങ്ങനെ ആരായിട്ടാണ് ഈ കല്യാണക്കാരി ആലോചിച്ചത്? ഞാൻ അരൂരുമൊക്കെ പോകുമ്പോൾ പാർട്ടിയുടെ ജനറൽ ബോഡി യോഗങ്ങളിലും പൊതുയോഗങ്ങളിലുമൊക്കെ ഇവർ വരാറുണ്ട്. അങ്ങനെ കാണുകയും പല പ്രാവശ്യമായിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാനിടയായിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു പഴയ സ്നേഹിതൻ CG സദാശിവൻ, എൻ്റെ മറ്റൊരു സ്നേഹിതനായ TK രാമൻ, ഇതേപോലുള്ള ആളുകളുടെ ഒരു പ്രപ്പോസലായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ N ശ്രീധരനുമായിട്ട് അവർ തമ്മിൽ സംസാരിച്ച് അങ്ങനെ ശ്രീധരനും ഇവരെല്ലാം എന്നോട് പറഞ്ഞു. അപ്പം ഞാനാകട്ടെ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലെ അവിവാഹിതരായി കഴിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി പോകുന്നത്. R സുഗതൻ, C കണ്ണൻ, ഇതേപോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വിവാഹിതരായിരുന്നില്ല മരണം വരെ. രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് ജയിലും ഒളിവ് ജീവിതവും കഷ്ടപ്പാടുകളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിവാഹം നടത്തി ആ വിവാഹത്തിൻ്റെ പങ്കാളിയായി വരുന്ന ആളെ കൂടെ ഈ ദുരിതം വലിച്ചു വെക്കണ്ട എന്നുള്ള നിലയിലുള്ള ചിന്തയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം സാറ് മറ്റേ R സുഗതനെ കാണാൻ വേണ്ടി പോയി. അപ്പം അദ്ദേഹം വളരെ എന്താ ഈ പറഞ്ഞതുപോലെ ആകെ അവശനായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോലും അദ്ദേഹത്തിന് വയ്യ. അപ്പോൾ വേറൊരാളുടെ സഹായത്തിലാണ് അദ്ദേഹത്തിന് മൂത്രം ഒഴിപ്പിക്കാൻ വരെ കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഇത്ര അച്ഛന് തോന്നിയെന്ന് ഒരു കല്യാണം കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കാണെങ്കിൽ ഇങ്ങനെ കുറേ കിട്ടിയിട്ടുള്ള ആളാണ്, ഇനിയും നമുക്കിതൊക്കെ കിട്ടുമോ കിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരാളെങ്കിലും നമ്മളെ സഹായിക്കാനുള്ള അങ്ങനെയാണ് വിവാഹത്തെ പറ്റി ആലോചിച്ചത് എന്നാൽ നേരാണോ? അതൊരു സത്യമാണ്. അപ്പം ചേച്ചീനെ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വീട്ടിലും. അതെ ഭാര്യമാർ സൗഹൃദമായിട്ട് രോഗിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആരാണോ സുഖത്തിന് വിധേയമാകുന്നത് അവരെ ശുശ്രൂഷിക്കുമല്ലോ പരസ്പരം. തീർച്ചയായും. അതെ, ആ നിലയിൽ R സുഗതൻ്റെ അവസാന കാലത്ത് അമ്മൻ പിന്നെ സ്മാരകത്തിലെ ഒരു മുറിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. മനുഷ്യൻ്റെ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ അവസരത്തിൽ ഉണ്ടാകുന്ന നിസ്സഹായ അവസ്ഥ, അതിൽ ഒരു പരസഹായ ആവശ്യമാകും. പിന്നെ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ള നിർബന്ധപൂർവമായിട്ടുള്ള നിലപാട് എടുത്ത R സുഗതനെ ഇങ്ങനെ വരികയാണെങ്കിൽ അതേ നിർബന്ധം തന്നെ പിടിച്ചുകൊണ്ട് ഇത് 42 വയസ്സ് വരെ വേണ്ടെന്നുള്ള നിലയിൽ നിൽക്കുന്ന ഞാനും അവസാന കാലത്ത് ഇതുപോലുള്ള സ്ഥിതി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നാലോചിച്ചു. ഒരു പ്രാവശ്യം ലില്ലി എന്ന് പറയുന്ന ഒരു സഖാവ് വസുമതി ചേച്ചി അന്ന് വസുമതി ചേച്ചിയും കൂടിയിട്ട് ഈ വസുമതി ചേച്ചിക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ലില്ലി സഖാവ് VSന് പാർട്ടി ഓഫീസിൽ ചെന്ന് കണ്ടു അല്ലേ? കണ്ടില്ല, ഞാൻ കണ്ടു, എന്നെ കൊണ്ട് പോയി കാണിക്കാൻ. എന്നിട്ട് സാറ് ഇവരുടെ മുഖത്ത് പോലും നോക്കില്ല, ചാരി കിടക്കായിരുന്നു പറയുന്നത്. പിന്നെ ഒരു വേറെ കാര്യം അരുൺ, ഈ നമ്മളൊരു കല്യാണമൊക്കെ പറഞ്ഞൊക്കെ റെഡിയാക്കി ഏകദേശം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ചേച്ചിയും അമ്മയും അച്ഛനും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ നമ്മൾ സാധാരണ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് വലിയ പട്ടുമെത്താം മറ്റേത് അങ്ങനെയൊക്കെ പറയും. അച്ഛൻ ആ വിവാഹം നടക്കാതിരിക്കുന്ന വിധത്തിലുള്ള നിരുത്സാഹപ്പെടുത്തലായിരുന്നു എന്നാണ് കേട്ടത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണെന്ന്, ഇതിൽ നിന്നുണ്ടാവുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ നേരത്തെ അങ്ങോട്ട് അതെ ഒരു ആത്മവിശ്വാസം
ഉണ്ടാകാൻ സഹായകമാകത്തക്ക തരത്തിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന വിഷമതകരമായ സ്ഥിതിഗതികളെ സംബന്ധിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള നിലയിലുള്ള ധാരണയും വിശ്വാസവും ഒക്കെ വെച്ച് പുലർത്തിയിട്ട് വിവാഹം കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ആയിരുന്നോ കഷ്ടം എന്നുള്ള നിലയിൽ ചിന്ത വരരുതല്ല. അതുകൊണ്ട് അത് മുന്നൂറ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ, ഓ ഇങ്ങനെയൊക്കെയല്ലോ ആളെ കാണുന്നില്ലല്ലോ എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഓ അതിൽ നമ്മൾ ഓക്കെ. പിന്നെ നമ്മളും ഇതിൻ്റെ ഒരു പ്രവർത്തകയായിരുന്നത്, നമുക്കറിയാലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ.